നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ എല്ലാവരും സുഖമായി സമാധാനമായിട്ട് ഇരിക്കണമെന്ന് കരുതുന്നു കേട്ടോ. നമുക്ക് വലിയ കുഴപ്പമൊന്നുമില്ലാണ്ട് തട്ടിമുട്ടി അങ്ങനെ പോകണം. രാവിലെ എണിച്ച് വാല് തുറക്കണു, അങ്ങനെ ഉമ്മൽപ്പൊടി കൂടെ ഇറുമ്പ് കേട്ടോ. എന്തോ ഭാഗ്യം കൊണ്ട് അത് അരിക്കും പഞ്ചസാരയ്ക്കും ഒന്നും വന്നിട്ടില്ല. അപ്പോൾ പിന്നെ ഞാൻ അതിൻ്റെ തൊടാൻ പോയില്ല കേട്ടോ. തൊട്ടാൽ കടി കിട്ടും. അപ്പോൾ പിന്നെ അത് പോണ വാട്ടിൽ പോട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ ഒന്ന് രാവിലെ എണിച്ച് ചെയ്യുന്ന പണികൾ തന്നെ. ചോറ്റിന് വെള്ളം വെച്ചിട്ടുണ്ട്, ചായ അത് തിളച്ചും കൊണ്ടിരിക്കുന്നു, പുട്ടിന് നനച്ച് വെച്ചിട്ടുണ്ട്, കുക്കറിൽ കടല വേവിക്കാൻ ഇട്ടിട്ടുണ്ട്. ഇത് കുട്ടികൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഞാൻ പപ്പടത്തിൻ്റെ കുഞ്ഞു കുഞ്ഞു പീസാക്കിയതാണ് കേട്ടോ. ഉപ്പേരി വെക്കാനൊന്നുമില്ല. അപ്പോൾ ഉള്ള 2-3 പപ്പടം എടുത്ത് കുഞ്ഞു കുഞ്ഞു പീസാക്കിയിട്ട് 2 പേർക്കും കൂടി ഒപ്പിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാ. എന്തായാലും സ്കൂളിൽ നിന്ന് ഉപ്പേരിയൊക്കെ കിട്ടും, എന്നാലും അവർക്ക് നമ്മൾ എന്തെങ്കിലും കൊടുത്തു വിടുമ്പോൾ ഒരു സമാധാനമല്ലേ. ഇന്നലെ സ്കൂൾ വിട്ട് വന്നപ്പോൾ തുടങ്ങിയതാണ് കേട്ടോ ഉണ്ണിക്കുട്ടൻ. നാളെ എനിക്ക് സ്കൂളിൽ പോകുമ്പോൾ പൂവ് വേണം പറയുന്നത്. ആകെ 2 ചെമ്പരത്തി പൂവ് ഉണ്ട് കേട്ടോ. അത് വരച്ച് കൊടുക്കുമ്പോൾ അവൻ എന്താ പറയുക, എനിക്ക് ഈ പൂവ് വേണ്ട, ചന്തുള്ള പൂവ് വേണം. നമ്മൾ ഈ ചന്തുള്ള പൂവിന് എവിടെ പോണ്? ഞാൻ പറഞ്ഞു ഇടാ ഉണ്ണി, ഇത് നല്ല ചന്തുള്ള പൂവാണെന്നൊക്കെ പറഞ്ഞ് അവനെ അങ്ങോട്ട് സോപ്പിട്ട് എങ്ങനെയൊക്കെയോ പറഞ്ഞ് ഒപ്പിച്ചു. പിന്നെ അവൻ സമ്മതിച്ചുട്ടോ അത് കൊണ്ടുപോകാന്ന്. പൂവും കായൊക്കെ പറിച്ച് വരുമ്പോഴേക്ക് സമയം 8:30 അപ്പോൾ വേഗം മുടി കെട്ടി കൊടുത്ത് വെക്കണം. അവളാണെങ്കിൽ ഒറ്റയ്ക്ക് ഒന്നും ചെയ്യൂല, കണ്ണും പൊട്ടൊക്കെ നമ്മൾ തന്നെ എല്ലാം വെച്ച് കൊടുക്കണം. കറക്റ്റ് സമയത്ത് നമ്മൾ ബസ്സിൽ കയറ്റി വിടുമ്പോൾ ഒരു സമാധാനമുണ്ട് കേട്ടോ. കറക്റ്റ് സമയത്ത് അവന് സ്കൂളിലേക്ക് പറഞ്ഞു വിടാൻ പറ്റിയല്ലോ ഉണ്ട്. അപ്പോൾ ഞാൻ അവനെ പറഞ്ഞൊക്കെ വിട്ട് വന്നിട്ട് അങ്ങനെ വീട്ടിൽ വന്നിട്ട് പുട്ടും കടലയും കഴിക്കാനിട്ട് അല്ലെങ്കിൽ എപ്പോഴും ചിലപ്പോൾ കുട്ടികളുടെ കൂടെ കഴിക്കാൻ പറ്റിയ ഞാൻ അങ്ങനെ അവരുടെ കൂടെ ഇരുന്ന് കഴിക്കും. ഇന്നിപ്പോൾ അവൻ്റെ കൂടെ ഇരുന്ന് കഴിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഈ കടല വെന്തിട്ടും ഇല്ല കേട്ടോ. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഏട്ടനും കൊടുത്തു വിട്ട് കുട്ടികൾക്ക് കഴിക്കാനും കൊടുത്തു. ഇനിയിപ്പോൾ കടലിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അപ്പോൾ ഇന്നലെ തുണികളൊന്നും തിരുമ്പിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇന്നലെ എന്തോ വയ്യാന്ന് തോന്നിയതുകൊണ്ട് ഞാൻ തുണികളൊന്നും തിരുമ്പിയില്ല. അതുകൊണ്ട് തന്നെ ഇന്നൊരു ബക്കറ്റ് തിരുമ്പാനുണ്ട് കേട്ടോ. അപ്പം മടിയൻ മല ചുമക്കും പറഞ്ഞ മാതിരിയാണ്. ഒരു ദിവസം തിരുമ്പാണ്ടാകുമ്പോഴേക്കും ഒരു ലോഡ് തിരുമ്പാനുണ്ട്. അതെല്ലാം വെള്ളത്തിൽ മുക്കി വെച്ച് സോപ്പ് പൊടിയിൽ മുക്കിയിട്ട് വന്ന് മുറ്റം അടിക്കാൻ കേട്ടോ. അപ്പോൾ മുറ്റത്ത് കുപ്പി ഉണ്ടെങ്കിൽ ഇല്ലെങ്കിലും മുറ്റം അടിക്കണമല്ലോ, അതൊരു ചടങ്ങാണല്ലോ. അത് അടിച്ചില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല. അപ്പോൾ അതൊക്കെ അടിച്ച് കഴിഞ്ഞ് വന്ന് ഇനി ഉള്ളടിച്ച് വരെ തുടയ്ക്കണം. അപ്പോൾ ഈ കുട്ടികൾ പോകുമ്പോൾ കൺമഷിയും പൊട്ടും പൗഡറും പറഞ്ഞ മാതിരി എല്ലാം വാരി വലിച്ചിട്ടിട്ടുണ്ട്. അതെല്ലാം ഒന്ന് അടുക്കി ഒതുക്കി വെച്ചിട്ട് വേണം ഇനി അടിച്ച് വരെ തുടയ്ക്കാനുണ്ട്. എത്ര പറഞ്ഞാലും ഈ പൊമ്മ് കേൾക്കുകയില്ല, ഓരോന്ന് എടുക്കും അവിടെയും ഇവിടെ ഇടും. അപ്പോൾ അവരൊക്കെ ഒന്ന് പോയി കഴിഞ്ഞാലാണ് എല്ലാം ഒന്ന് വൃത്തിയാക്കി നേരെ വെക്കാൻ പറ്റുള്ളൂ. ഇനിയിപ്പോൾ വന്നു കഴിഞ്ഞാലും ഇതന്നെ അലങ്കോലം. സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ ഉണ്ണിക്കുട്ടിന് എന്താ പണി വെച്ചാൽ കത്രിക എടുക്കും, എന്നിട്ട് പേപ്പർ എടുത്തിട്ട് അതിൻ്റെ കുഞ്ഞു കുഞ്ഞു പീസായിട്ട് ഇങ്ങനെ മുറിച്ചിട്ടൂടെ. എത്ര പറഞ്ഞാലും കേൾക്കില്ല കേട്ടോ അവൻ. പിന്നെ അടിച്ചു വാരി തുടച്ച് കഴിഞ്ഞ് വന്നു. ഇതാ പാത്രങ്ങൾ ഒരു ലോഡ് കിടക്കുന്നുണ്ട് കേട്ടോ. അടുക്കളയത്തെ പണിയൊക്കെ കഴിയുമ്പോഴേക്കും പാത്രങ്ങൾ ഒരു ലോഡാണ്. എടുത്തത് ഞാനിവിടെ കൊണ്ടുകിട്ടു കേട്ടോ. ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ എന്നോട് ചോദിക്കും, എന്താ എനിക്ക് ഇത്രയൊക്കെ പാത്രം കഴുകാൻ? ഹോട്ടലിൽ പോലും ഉണ്ടാവില്ലല്ലോ ഇത്രയൊക്കെ പാത്രം കഴുകാമെന്ന് പറയും കേട്ടോ. ഇത് ചോറ് വെച്ച ചട്ടിയാണ് കേട്ടോ. അപ്പോൾ ചോറ് വെച്ച ചട്ടിയിൽ എന്താ വെച്ചാൽ നല്ല കരി ഉണ്ടാവുമല്ലോ. അപ്പോൾ ഈ കരി പോകാൻ വേണ്ടിയിട്ട് ഞാൻ ചാരം ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ഇത് കഴുകുക. ചാരം എടുത്തിട്ട് ഒരു പ്ലാസ്റ്റിക് കവർ എടുക്കുക, എന്നിട്ട് ഉരയ്ക്കുക കേട്ടോ. അപ്പോൾ നല്ല വൃത്തിയാവും കേട്ടോ, കരിയൊക്കെ പോകും. അപ്പോൾ ഈ കരിച്ചട്ടിയൊക്കെ ഞാൻ ഇങ്ങനെ തന്നെ കേട്ടോ കഴുകുക. ചാരം ഉപയോഗിച്ചിട്ട് കഴുകും. ചാരം ഉപയോഗിച്ചിട്ട് കഴുകുമ്പോൾ നല്ല വൃത്തിയാവും. കണ്ടില്ലേ എൻ്റെ ചട്ടി നല്ല വൃത്തിയായില്ലേ. അപ്പോൾ കരിയൊക്കെ പോയിട്ട് ഇന്നത്തെ എൻ്റെ എല്ലാ പണികളും കഴിഞ്ഞിട്ട് രാവിലെ എണിച്ച് ചോറ് വെച്ചു, കറി വെച്ചു, പുട്ടുണ്ടാക്കി, കടലക്കറി ഉണ്ടാക്കി, ചായ വെച്ചു, കുട്ടികളുടെ സമയത്ത് സ്കൂളിലേക്ക് വിട്ടു വന്നിട്ട് അടിക്കലും തുടയ്ക്കലും പാത്രം കഴുകലും തിരുമ്പലും കുളിക്കലും അങ്ങനെ സകലമായ എല്ലാ പണികളും കഴിഞ്ഞിട്ട് ഉച്ചവരയ്ക്കുള്ള പണികൾ കഴിഞ്ഞിട്ടുള്ളൂ. ഇനി ഉച്ചയ്ക്ക് ശേഷം വേറെ പണികൾ കുറേ കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഉച്ചവരെയുള്ളൂ പണി വന്നിട്ട് ഏട്ടൻ പോയിരിക്കണം. അപ്പോൾ ഉച്ചയ്ക്ക് ഏട്ടൻ വരുന്നത് നോക്കിയിട്ട് പൂമുഖവാദിക്ക് സ്നേഹം വിടർത്തുന്ന ഭാര്യയായിട്ട് അങ്ങനെ ഇരിക്കുക കേട്ടോ. അപ്പോൾ ഏട്ടൻ വരുന്നവരെ ഞാനൊരു 10 മിനിറ്റ് ഒന്നുകിൽ TV കാണും, അല്ലെങ്കിൽ ഫോണിൽ വല്ല റീൽസും കണ്ടിരിക്കും, അല്ലെങ്കിൽ കിടക്കുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ ഇതും കണ്ടിട്ടായിരിക്കും ഏട്ട ഉച്ചയ്ക്ക് വരിക. അപ്പോൾ ഏട്ട ഉച്ചയ്ക്ക് വന്നിട്ട് എന്നോടൊരു ചോദ്യം ഉണ്ട് കേട്ടോ. ഈ വീട്ടിലെന്താ എനിക്ക് ഒരു പണിയില്ല, 24 മണിക്കൂർ ഈ TVയും കണ്ടിട്ട് ഇരിക്കുകയാണോ, അല്ലെങ്കിൽ ഫോണിൽ നോക്കിയിരിക്കുകയാണോ, അല്ലെങ്കിൽ കിടക്കുകയാണോ എന്നുള്ള ഒരു ചോദ്യം ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ചോദ്യം കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം വരും കേട്ടോ. പക്ഷേ ഞാൻ ആ സന്തോഷം കൊണ്ട് പ്രകടിപ്പിക്കില്ലടാ. പ്രകടിപ്പിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നാട്ടുകാർക്ക് കേൾക്കൂട്ടോ. അപ്പോൾ നാട്ടുകാരനെ കേൾപ്പിക്കേണ്ട എൻ്റെ സന്തോഷം അങ്ങനെ അവരെ അറിയണ്ടാവാണ്ട് ഞാൻ മനസ്സിൽ തന്നെ വെച്ചുകൊണ്ടിരിക്കും കേട്ടോ. പുറത്ത് കാണിക്കാൻ പോകില്ല, പുറത്ത് പ്രകടിപ്പിക്കില്ലടാ. ഞാൻ മനസ്സിൽ തന്നെ കടിച്ചു പിടിച്ചിരിക്കും കേട്ടോ. അപ്പോൾ ഏട്ട എന്നോട് ചോദിച്ച പോലത്തുള്ള ചോദ്യം നിങ്ങൾ വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാനേട്ടാ. മിക്കവാറും ഇത് കേട്ടിട്ടുണ്ടാവും. എന്നെപ്പോലെ വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങൾ എന്തായാലും ഇത് കേട്ടിട്ടുണ്ടാവും ഇങ്ങനെ ഒരു ചോദ്യം. അപ്പോൾ എന്നോട് ചോദിക്കുന്ന പോലത്തെ ചോദ്യം നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാനേട്ടാ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ഇന്നത്തെ വിശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട കേട്ടോ.